എന്നെ തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെയാണ്, എവിടെയെങ്കിലും കട്ടിലില്ലെങ്കിലും നേരിട്ട് മന്ത്രിയെ വിളിക്കും. മറ്റേ കിടക്കേക്ക് വിരിയില്ലെങ്കിലും മന്ത്രിനെ വിളിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള സംവിധാനം ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിപേനെ ഒറ്റ രോഗിയിൽ നമുക്ക് അത് പടരാതെ നമുക്ക് ശ്രദ്ധിച്ചു. എന്നാൽ അതേ സമയത്ത് ഡെങ്കിയുടെ കാര്യത്തിലൊക്കെ ഈ ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. അതിന് മറ്റു വകുപ്പുകളുടെ സഹായം വേണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്നും ഞാൻ വേറെ വിളിക്കാറുണ്ട് പത്രം വായിച്ചിട്ട്. കാരണം ഇവിടെ മാലിന്യ നീക്കത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. ഇപ്പോൾ ഇന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് കാലത്ത് പത്രത്തിൽ കണ്ടു, അവർ സെൻട്രലൈസ്ഡ് ആയിട്ട് നീക്കം ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കുക. നടക്കട്ടെ അത്. അപ്പം അങ്ങനെ വരുമ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ ഡെങ്കിപ്പനി കൂടും. ഈ മഴ പെയ്യുമ്പോൾ ഇന്നലെ തൃശ്ശൂരൊക്കെ നല്ല മഴ. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയില്ലാന്ന് വെച്ചിട്ട് കേരളത്തിൽ കാലവർഷം ഇല്ലാതെ തെറ്റിദ്ധരിക്കരുത്. ഇന്നലെ ഞാൻ തൃശ്ശൂരൊക്കെ ഇല്ലായിരുന്നു. നല്ല മഴയാണ് ഇന്നലെ കാലത്തോട്ട് രാത്രി വരെ, ഞാൻ ട്രെയിനിൽ കയറുന്നവരെ. അപ്പോൾ ഇവിടെ മഴയില്ല ഭാഗ്യത്തിന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടുണ്ടാവും, ചൂട് അനുഭവിക്കേണ്ടി വരില്ലേ? ചൂട് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ, മഴ പെയ്താൽ ഡെങ്കി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ മാറണ്ടേ? മഴ പെയ്താലും മഴ പെയ്യേണ്ട സമയത്ത് പെയ്യണം, മഴ പെയ്താലും ഡെങ്കി വരാതെ നോക്കണം. അതിന് കൊതുകുകളില്ലാതാവണം. അപ്പോൾ ഈ കൊതുവിൻ്റെ സംഗീതം അത്ര നല്ല സംഗീതമല്ല. നല്ല പിന്നണി ഗായകരുടെയൊക്കെ സംഗീതവും പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അതേ സമയത്ത് കൊതുകിൻ്റെ സംഗീതം അത് മരണത്തിൻ്റെ സംഗീതം കൂടിയാണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റിയ ഏർപ്പാടല്ല. അതുകൊണ്ട് ആ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ട്. വെള്ളം, ജലവിഭവ വകുപ്പ്, ഞാൻ മന്ത്രിയോട് സംസാരിച്ചിരുന്നു. ഈ ജലത്തിലൊക്കെ മാലിന്യം കളയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പലയിടത്തും ഡ്രെയിനേജും ശുദ്ധജലവും കൂടെ ഒരേ പോക്കാൻ പോകുന്നത്. രണ്ട് എന്നാൽ ചില സ്ഥലത്ത് സന്ധിക്കുന്നുണ്ട്. അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ചില സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആക്ഷൻ എടുക്കും. ഇപ്പോൾ മിനിഞ്ഞാന്നൊരു സംഭവം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉണ്ടായി. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ രോഗിയെ അവിടുത്തെ അറ്റൻഡർ അതായത് വാച്ച്മാൻ കടത്തി വിട്ടില്ല എന്നുള്ള ഒരു പരാതി വന്നു. പക്ഷേ 6:85 രോഗി ഡോക്ടറെ കണ്ടു. 7:00 എല്ലാ പരിശോധനയും നടത്തി. പക്ഷേ ആ രോഗി മരണപ്പെട്ടു. ബന്ധുക്കൾ എന്നെ തന്നെ വിളിച്ചു, വേറെ ആരെയല്ല. എന്നെ തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെയാണ്, എവിടെയെങ്കിലും കട്ടിലില്ലെങ്കിലും നേരിട്ട് മന്ത്രിയെ വിളിക്കും. മറ്റേ കിടക്കേക്ക് വിരിയില്ലെങ്കിലും മന്ത്രിനെ വിളിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള സംവിധാനം ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, വാച്ച്മാൻ തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ ആ രോഗി രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങളതിനെ സീരിയസ് ആയിട്ട് കണ്ടു. സീരിയസ് ആയിട്ട് കാണുക മാത്രമല്ല, ഒരു 4 അംഗ കമ്മിറ്റിയെ ഞങ്ങൾ വെച്ചു. DHS, അഡീഷണൽ DHS, വിജിലൻസിൻ്റെ അല്ലേ, അഡീഷണൽ പിന്നെ DMO, വകുപ്പ് മേധാവി, അതിൻ്റെ HOD, അവിടുത്തെ സൂപ്രണ്ട്, 4 പേരെ വെച്ച് ഒരാഴ്ച കൊണ്ടാണ് റിസൾട്ട് കഴിച്ചു. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ DMOനെ ചുമതലപ്പെടുത്തിയിട്ട് ഒരു മാസത്തിനകം റിസൾട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ തലേന്ന് തന്നെ ഞങ്ങൾ ഈ 4 പേരെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്ന് സൂചിപ്പിച്ചു. അപ്പം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഈ അറ്റൻഡറെ വെച്ചത് കഴിഞ്ഞ ഉപദേശ സമിതിയാണ്. അതിന് ആര് വെച്ചു എന്ന് കുറിച്ച് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടു. പക്ഷെ അതുകൊണ്ടായില്ല. ഇത് അന്വേഷിച്ച മറ്റേ രീതിയിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനാണ് സമാനം പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഒന്നും രാഷ്ട്രീയ. ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലുണ്ടായി, ബേബി മെമ്മോറിയൽ പറയുമ്പോൾ കേരളത്തിലെ മികച്ച ആശുപത്രികളൊന്നാണ്. പക്ഷെ ഇപ്പോൾ അത് അമേരിക്കക്കാരൻ കൊണ്ടുപോയി കേട്ടോ ആശുപത്രി. ഇപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ മാറി. അമേരിക്കൻ കമ്പനിക്കാർ വന്നിട്ട് അത് വാങ്ങി ആ ആശുപത്രി. അവിടെയാണ് ഒരു കുട്ടി, ചെറിയ ചുണ്ട് മുറിഞ്ഞു, സർജറി നടത്തണമെന്ന് പറഞ്ഞു, അനസ്തീഷ്യ കൊടുത്തു, ആ കുട്ടി മരണപ്പെട്ടു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുക മാത്രമല്ല, DMOനോട് പോലീസിനും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ഷനുള്ളതൊക്കെ യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. പിന്നെ ഇത്രയേ കോടിക്കണക്കിന് രൂപ കടമായിട്ട് പോലും മരുന്നുകൾ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തിയില്ല. ഏതാണ്ട് 2500 കോടിയുണ്ട് മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാൻ. മരുന്ന് കമ്പനി മറ്റ് മെഡിക്കൽ കോളേജിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങി അതിൻ്റെ കണക്ക് പിന്നെ പറയാതിരിക്കുക എന്നല്ല. അതൊക്കെ കേട്ടാൽ ബോധം കെടും. എങ്കിലും അതുകൊണ്ടൊന്നും രോഗികൾക്ക് ഒരു കുഴപ്പമുണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചു, ഈ അറ്റൻഡറും വാച്ച്മാനൊക്കെ ആയിട്ട് വെക്കുന്നവരെ
ഒരു കൗൺസിലിങ്ങിനിടയ്ക്ക് ഒന്ന് വിധേയമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർമാരോട് IMAക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർക്കും ചില ഉപദേശങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് കൊടുക്കും. മറ്റൊന്നുമല്ല, ഇങ്ങനെ രോഗികളൊക്കെ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഒരു ഡോക്ടർക്ക് ഞങ്ങൾക്ക് തന്നെ ശുപാർശകളുടെ എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ സമനില ഞങ്ങൾക്കും തെറ്റാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാരോടും രോഗികളോട് സൗഹൃദത്തിൽ പെരുമാറുക. ഇനി ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ആ രോഗിയെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ അറിവിൽ എൻ്റെ ഒരു കുടുംബ ഡോക്ടറുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് രോഗം ചെന്നാലും സാരില്ല എന്ന് പറയും. അവസാനം ഞങ്ങളുടെ ഒരു ബന്ധുവിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് അറിയരുത് കൊണ്ടുപോകുമ്പോൾ സീരിയസ് ആണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല. കൊണ്ട് കാണിച്ചു, ഡോക്ടറിന് സാരില്ല. അപ്പോൾ ഞാൻ അല്ല ഡോക്ടർ, ഇത് കേസ് മോശമാണ്. അതെ മോശമാണ്, ഞാൻ ഈ കേസ് മോശമാണെന്ന് അല്പം ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് സാരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രോഗിക്കൊരു സന്തോഷമായി. കുറേ കാലം എത്ര ജീവിക്കുന്ന ഒരു സന്തോഷമല്ലേ, അതാണ് ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ നന്നായിട്ട് പെരുമാറുക. പിന്നെ പണ്ടൊരു ആയുർവേദ വൈദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ഏതാണ്ട് മുൻശുണ്ടിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പരമ്പരക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ പേര് പറയാതെ. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരും കൊടുത്തിരുന്നു പണ്ട് കാലത്ത്. അത് പേര് പറഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കാണിക്കും. അപ്പോൾ പറഞ്ഞിങ്ങനെ സുഖമില്ല. എന്താ അസുഖം? അത് എനിക്ക് തോന്നുന്നത് ഇന്നലെ എന്തോ ഒരു ഭക്ഷണം പറ്റിയില്ലാണ്ട് കഴിച്ചു, അതിൻ്റെ കുഴപ്പമാണോ സംശയം. ശരി, എങ്ങനെയാണ്? എന്നാൽ പിന്നെ എന്തിനാണോ ഞാൻ ചികിത്സിക്കുന്നത്, താൻ തന്നെ ചികിത്സിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ നിങ്ങൾ ഡോക്ടർമാർക്കാണ്, നിങ്ങൾ പലരോടൊപ്പം ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടില്ലേ, അവിടെ എല്ലാം പറഞ്ഞ് ഒരു രോഗിയെ കൊണ്ട് ചെന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദീകരിച്ച് തരും ഡോക്ടർ. അത് കഴിഞ്ഞ് ചോദിക്കും എനി ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ നോ സാറെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ നമ്മളെ നോക്കും, ഇയാൾക്ക് വിവരമില്ല. ഇത്രയും ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു മണ്ടനായിപ്പോയല്ലോ താൻ എന്നുള്ള മട്ടിലാണ് അവർ നമ്മളോട് സംസാരിക്കുക. അവർക്ക് ചോദ്യം ചോദിക്കണം. നമ്മൾ പണ്ട് പറയുമല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ അയാൾ 1 മണിക്കൂർ ഫൂളാവും ചിലപ്പോൾ. നേരെ ഒരു സംശയം ചോദിച്ചില്ലെങ്കിൽ എന്നും ഫൂളാവും. അതുപോലെ സംശയങ്ങളൊക്കെ രോഗികൾ ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊക്കെ ഒന്ന് പറയുക. പിന്നെ ചില ആൾക്കാർ അങ്ങനെയുണ്ട് കേട്ടോ, അത് രോഗികളുടെ ഒരു മനോനില നമുക്ക് കുറ്റം പറഞ്ഞുകൂടാ. ഞങ്ങളുടെ അടുത്ത് ശുപാർശയ്ക്ക് വരുന്നവർ തന്നെയുണ്ട്, ഇന്ന കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ അതേപോലത്തെ ചോദ്യം ഡോക്ടർമാരോടും ഉണ്ടാവും. പക്ഷെ എങ്കിലും ഒരു രോഗത്തിൻ്റെ അവസ്ഥയും ഒരു മാനസിക ഇതൊക്കെ മനസ്സിലാക്കി അവരോട് കുറച്ച് നല്ല രീതിയിൽ പെരുമാറുക. അതുകൊണ്ട് ഈ കൗൺസിലിംഗ് എല്ലാവർക്കും ആവശ്യമാണ്. സ്റ്റാഫിന് പ്രത്യേകിച്ച് വാച്ച്മാൻ അങ്ങനെയുള്ള, കാരണം താഴത്തെ അവരുടെ അടുത്താണല്ലോ ആദ്യം കാണുക. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. കുറേ കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ഇതിൻ്റെ 10 ഇരട്ടി ചെയ്യാൻ ബാക്കിയുണ്ട്. 50 ദിവസത്തെ വിസ്മയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ 10 ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതേപോലെ പോയാൽ കുഴപ്പമില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ചെയ്യുന്നതിന് ചിലപ്പോൾ അഭിനന്ദനം കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്കും കിട്ടില്ല, എനിക്കും കിട്ടില്ല. എന്നാൽ കല്ലേറ് വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഏറ് കിട്ടുകയും ചെയ്യും. അതിന് വേറെ ചില കളികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാ മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക് എല്ലാം വേണം, പ്രൈവറ്റും വേണം, പബ്ലിക്കും വേണം. പക്ഷേ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഈ സർക്കാർ ആശുപത്രികളെ മോശമാക്കാൻ ചില നടപടികളൊക്കെ സ്വീകരിക്കും. കാണേണ്ട പോലെ കാണും. നമുക്കാണെങ്കിൽ ഉള്ളതിന് തന്നെ പബ്ലിസിറ്റി കൊടുക്കാൻ കയ്യിൽ കാശില്ല. അപ്പോൾ ആരെയും ട്രീറ്റ് ചെയ്യാനും നമുക്ക് സമയം കിട്ടില്ല, അതിൻ്റെ കാശുമില്ല, നമുക്ക് ഒട്ടും നേരവുമില്ല. എന്നാൽ എല്ലാവരും ഇല്ല കേട്ടോ, ചില സ്വകാര്യ ആശുപത്രികൾ അങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. സർക്കാർ എന്ത് വന്നാലും സിസ്റ്റം നേരെയാവില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് അധികം പോകണ്ട, മന്ത്രി കുറേ കഴിഞ്ഞാൽ ഇട്ടിട്ട് പോയിക്കോളും, അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരാളൊന്നുമല്ല ഞാൻ. നല്ല കാര്യത്തിനൊക്കെ വാശി വേണം, ചീത്ത കാര്യത്തിന് വാശി പാടില്ല. അതുകൊണ്ട് ഇത് വകുപ്പ് നേരെയാക്കുന്ന കാര്യത്തിൽ അല്പം വാശി എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളും. പിന്നെ ദിവസേന കാലത്ത് തന്നെ ചാനലുകാർ വരും. പക്ഷെ അവർ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, ഞാൻ അറിയുന്നതിന് മുമ്പ് ഇവർ ആരാണ് ഇവർ കൃത്യമായിട്ട് വിളിച്ച് പറയുന്ന ചില കേന്ദ്രങ്ങൾ. പക്ഷേ ചിലത് വിശ്വസിക്കരുത്, ചിലത് ഫേക്ക് ന്യൂസ് ആയിരിക്കും.
ഇതുപോലെ ഒരു ആശുപത്രി ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോൾ നാദാപുരത്ത് കട്ടിൽ മാറി അന്നേരം ഒരേ മരുന്ന് 2 പേർക്ക് കൊടുത്തു, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ. ഇങ്ങനെയുള്ള ചില ഫേക്ക് ന്യൂസുകൾ വരും. സംശയങ്ങൾ എന്നോട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞാൻ മാധ്യമങ്ങളുടെ മേലെ ചാടി കയറാറില്ല, അങ്ങനത്തെ സ്വഭാവമില്ല. അത് എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടുള്ള ശീലമാണ്. അദ്ദേഹം ആരോടും ചാടി കയറാറില്ല. അദ്ദേഹം പിന്നെ കണ്ണിറുക്കും, ഞാൻ കണ്ണിറുക്കാറില്ല, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. നന്മകളെയും തിന്മകളെ ഇപ്പം നന്മകൾ മാത്രം ഉൾക്കൊള്ളാനില്ല, തിന്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് നന്മകളാക്കി മാറ്റുന്ന കാര്യത്തിലും നമുക്കൊരു ടീമായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ 50 ദിവസത്തെ നമ്മൾ നേടിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം നന്നായി ജോലിയെടുക്കാം. ഇപ്പം ഞാൻ സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ 12 മണിയാവും. ഇപ്പം എൻ്റെ 1-2 സ്റ്റാഫ് രാജിവെച്ച് പോയി. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് വയ്യ ഈ പരിപാടി. സാറിന് ഭാര്യയും കുട്ടികളൊക്കെ, എൻ്റെ കുട്ടികളൊക്കെ നല്ല നിലയിലായി. പിന്നെ ഭാര്യ ഞാൻ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, പരാതിയില്ല. അപ്പോൾ അവർ ഞങ്ങളങ്ങനെയല്ല സ്ഥിതി, അതാ പിന്നെ നിങ്ങൾ വേഗം പോയിക്കോളൂ, ഈ പണിക്ക് പറ്റില്ല. അങ്ങനെ 1-2 പേര് പോയി എന്നല്ലാതെ അതൊന്നും വേറെ രീതിയിൽ പോയതൊന്നുമല്ല, ആരെയും പിടിച്ച് പുറത്താക്കിയതൊന്നുമല്ല. അവർ സ്വയം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജോലി എടുക്കുന്ന അത്രയും നിങ്ങൾ എടുത്തേ മതിയാവും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലേക്കും കുറച്ചൊന്ന് കുറഞ്ഞു. കാരണം ഇവിടുത്തെ സ്ഥിതി ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് വരുന്നോന്ന് ചോദിച്ചാൽ പോലും ഇപ്പോൾ താങ്ക്സ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷെ പണിയെടുക്കുന്നവർ പണിയെടുക്കുക, അങ്ങനെ അധ്വാനിച്ചാലേ ഇതൊക്കെ നേരെയാക്കാൻ കഴിയൂ. ഡോക്ടർമാരും നന്നായിട്ട് അധ്വാനിക്കണം, സ്റ്റാഫും നന്നായിട്ട് അധ്വാനിക്കണം, ഞാനും നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ നമുക്ക് ഇനിയും വിസ്മയങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു.